ട്രെയിനിന് നേരെ കല്ലെറിയുന്നവരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് റെയിൽവേ. കല്ലെറിയുന്നത് തുടരുന്നതിനാലാണ് റെയിൽവേ നടപടി ശക്തമാക്കുന്നത്. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്കും നേരെയാണ് കല്ലെറിയൽ നടക്കുന്നത്. വന്ദേ ഭാരത് ട്രെയിനിന്റെ ജനൽ ചില്ലിൽ തട്ടി കല്ലുകൾ അകത്തേക്ക് പോകാറില്ല. എന്നാൽ ജനൽ ചില്ലുകൾ പൊട്ടാറുണ്ട്. മറ്റു ട്രെയിനുകളിൽ കല്ലുകൾ അകത്തെത്തി യാത്രക്കാരിൽ പരിക്കും പറ്റിയെന്ന് പറയുന്നവരുണ്ട്. എഞ്ചിനിലേക്കും കല്ലെറിയുന്ന സംഭവങ്ങൾ നടക്കുന്നുണ്ട്. CCTV-കൾ, പ്രാദേശിക അന്വേഷണങ്ങൾ എന്നിവ നടത്തിയാണ് കല്ലെറിയുന്നവരെ RPF കണ്ടെത്തുന്നത്. സെക്ഷൻ 150, 52, 53, 54 എന്നീ വകുപ്പുകളാണ് കുറ്റക്കാർക്കെതിരെ ചുമത്താൻ അവർ നിർദ്ദേശിച്ചിരിക്കുന്നത്. 1 മുതൽ 10 വർഷം വരെ ജയിൽ ശിക്ഷയും ലഭിക്കും. കഴിഞ്ഞ ഓഗസ്റ്റ് 30-ന് അരൂർ റെയിൽവേ സ്റ്റേഷന് സമീപം കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസിനു നേരെ കല്ലേറുണ്ടായിരുന്നു. സംഭവത്തിൽ എഞ്ചിനു മുന്നിലെ ചില്ല് തകർക്കുകയായിരുന്നു. സംഭവത്തിൽ CCTV-കൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ 2 പേരെ RPF പിടികൂടിയിരുന്നു. ഓഗസ്റ്റ് 13-ന് കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരതിന് നേരെ കല്ലേറുണ്ടായി. സംഭവത്തിൽ C7 കോച്ചിലെ 30-ാം നമ്പർ സീറ്റിനടുത്തുള്ള ജനൽ ചില്ല് തകർന്നു. താനൂരിനും തിരൂരിനും ഇടയിലാണ് കല്ലേറുണ്ടായത്. സംഭവത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഏപ്രിൽ ലക്കിടി റെയിൽവേ സ്റ്റേഷന് സമീപം കന്യാകുമാരി ബംഗളൂരു എക്സ്പ്രസിന് നേരെയും കല്ലേറുണ്ടായിട്ടുണ്ടായിരുന്നു. കളമശ്ശേരി സ്വദേശിക്ക് പരിക്കും ഏറ്റിട്ടുണ്ട്. 2023 ഡിസംബറിൽ പാലരുവി എക്സ്പ്രസിന് നേരെയുണ്ടായ കല്ലേറിൽ തൂത്തുക്കുടി സ്വദേശിയുടെ കണ്ണിനാണ് പരിക്കേറ്റത്. 2023 ഓഗസ്റ്റിൽ താനൂരിന് സമീപം വന്ദേ ഭാരതിന് നേരെ കല്ലെറിഞ്ഞ സംഭവത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളെ പിടികൂടിയിരുന്നു. ഇതിന് തൊട്ടു മുൻപും താനൂരിൽ കല്ലേറുണ്ടായി. സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു.